നിങ്ങൾ ജെൻഡർ ന്യൂട്രാലിറ്റിയെക്കുറിച്ച് പറയുമ്പോൾ മൂത്രപ്പുര അന്വേഷിച്ചു പോകും. നിങ്ങൾ സമത്വത്തെക്കുറിച്ച് പറയുമ്പോൾ നിങ്ങൾ സൂംബ ഡാൻസിനെ കുറിച്ച് പറയുന്ന സമയത്ത് ആണും പെണ്ണും ചേർന്ന് നിന്നുള്ള ലൈംഗികതയെക്കുറിച്ച് പറയും. അതിനേക്കാൾ വലിയ ആഭാസം എന്താണ് എന്നുള്ളതാണ് എനിക്കിനി മനസ്സിലാവാത്തത്. അപ്പോൾ ഇതാണ് അതിലെ ഫാക്ട്. ഇനി മറ്റൊരു പ്രധാനപ്പെട്ട സ്റ്റേറ്റ്മെന്റ് കൂടി ഞാൻ പറയാം. അത് MSFന്റെ നേതാവിൽ നിന്ന് വന്ന സ്റ്റേറ്റ്മെന്റ് ആണ്. എന്താണ് നേതാവ് പറയുന്നത്? വേണ്ടത്ര പഠനങ്ങളും ചർച്ചകളും ഈ വിഷയത്തിൽ നടന്നിട്ടുണ്ടോ? ഉണ്ടെന്നേ. ഒട്ടേറെ പഠനങ്ങളും ചർച്ചകളും ഇതേപോലുള്ള സ്ട്രെസ് റിലീസിംഗ് ആയ എയറോബിക് എക്സസൈസുകൾ എങ്ങനെയാണ് സബ്സ്റ്റൻസ് യൂസിനെ പ്രിവെന്റ് ചെയ്യുന്നത്, ഡ്രഗ്സിന്റെ ഉപയോഗത്തെ കുറയ്ക്കുന്നത് എന്നതിനെ കുറിച്ചുള്ള ഒട്ടേറെ പഠനങ്ങൾ വന്നിട്ടുണ്ട്. അതെങ്ങനെയാണ് പ്രാവർത്തികമാക്കുന്നത്? സൂംബ ഡാൻസിനെ കുറിച്ച് തന്നെ നിരവധി പഠനങ്ങൾ വന്നിട്ടുണ്ട്. ആ പഠനങ്ങളൊക്കെ നിങ്ങൾ പഠിക്കണം, വായിക്കണം എന്നാണ് എനിക്ക് നേതാക്കളോട് പറയാനുള്ളത്. അതിൽ ഒരു പഠനം ഞാൻ പറയാം. 5 പഠനങ്ങൾ എന്റെ ശ്രദ്ധയിൽ തന്നെ പെട്ടിട്ടുണ്ട്. അതിലൊന്ന് ഡിസ്കവർ സൈക്കോളജിയിൽ വന്നൊരു പഠനമാണ്. അതിൽ ഈ പാലസ്തീനിലെ മെഡിക്കൽ വിദ്യാർത്ഥികളുടെ സ്ട്രെസ് എങ്ങനെയാണ് അവരെ ലഹരി ഉപയോഗത്തിലേക്ക് കൊണ്ടുപോകുന്നത്, അത് കുറയ്ക്കാൻ എന്ത് ചെയ്യണം എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനം ഡിസ്കവർ സൈക്കോളജിയിൽ വന്നിട്ടുണ്ട് 2023. പാലസ്തീനിലെ MBBS ഡോക്ടർമാർ വിദ്യാർത്ഥികൾക്കിടയിൽ എങ്ങനെയാണ് സ്ട്രെസ് കുറയ്ക്കേണ്ടത് എന്നതിനെ കുറിച്ചുള്ള ഒരു പഠനം. നമ്പർ 2, ഹെൽത്ത് കെയർ മാഗസിനിൽ ഒരു പഠനം വന്നിട്ടുണ്ട്. തുർക്കിയിലെ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികൾക്കിടയിലും ഹൈസ്കൂൾ വിദ്യാർത്ഥികൾക്കിടയിലെയും മാനസിക സമ്മർദ്ദം കുറയ്ക്കാൻ ഡാൻസ് തെറാപ്പി എങ്ങനെയാണ് എഫക്റ്റീവായി മാറുന്നത് എന്നതിനെ കുറിച്ചുള്ള പഠനമാണ്. അതിന്റെ നിരീക്ഷണത്തിൽ പറയുന്ന അതിന്റെ കൺക്ലൂഷനിൽ പറയുന്ന ഒരു ഭാഗമുണ്ട്. 12 ആഴ്ചയിലെ ഈ ഡാൻസ് തെറാപ്പി കൊണ്ട് ഈ ഫിയർ ഓഫ് ഹാപ്പിനെസ് ഇല്ലാതാക്കാൻ പറ്റും. അവർക്ക് ഈ ഉത്കണ്ഠ, ആകാംക്ഷ, സ്ട്രെസ് ഇതിനെ റിലീവ് ചെയ്യാൻ സാധിക്കുന്നതാണ് 12 ആഴ്ചകളിൽ തുടർച്ചയായിട്ട് ഡാൻസ് തെറാപ്പി എടുക്കുന്നത്. തുർക്കിയിലെ പഠനമാണ് കേട്ടോ. ഇതൊക്കെ നമ്മുടെ നാട്ടിലും അവൈലബിൾ ആണ്. ഇതൊക്കെ ഫ്രീ മാഗസിൻ, ഓപ്പൺ സോഫ്റ്റ്വെയർ അല്ലെങ്കിൽ ഓപ്പൺ മാഗസിനുകളിലൊക്കെ ലഭ്യമായ കണ്ടന്റുകളാണ്. ഇനി ഫ്രണ്ടിയർ മാഗസിനിൽ ഒരു പഠനമുണ്ട്. ലഹരി ഉപയോക്താക്കളിലെ ക്രമം തെറ്റലിൽ ഈ സ്ട്രെസ് വഹിക്കുന്ന പങ്കിനെ കുറിച്ചാണ്. സ്ട്രെസ് നിങ്ങൾ എത്രമാത്രം കുറയ്ക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ, സ്ട്രെസ് നിങ്ങൾ മറ്റു വഴികളിലൂടെ കുറയ്ക്കുന്നുണ്ടോ, അത്രത്തോളം നിങ്ങൾ സബ്സ്റ്റൻസിൽ നിന്ന് വിട്ടുനിൽക്കുമെന്നുള്ള പഠനമാണ് ഫ്രണ്ടിയർ മാഗസിനിൽ പറയുന്നത്. ഇനി സൂംബ ഡാൻസിനെ കുറിച്ചുള്ള പഠനമുണ്ട്. പബ്ലിക് ലൈബ്രറി ഓഫ് സയൻസിൽ പറയുന്നുണ്ട് എങ്ങനെയാണ് ഇത് മാനസിക സമ്മർദ്ദവും മാനസിക സംഘർഷവും സൂംബ ഡാൻസ് ലഘൂകരിക്കുന്നത് എന്നുള്ളതിനെ കുറിച്ചുള്ള പഠനം പറയുന്നുണ്ട് പബ്ലിക് ലൈബ്രറി ഓഫ് സയൻസിൽ. അമേരിക്കൻ കൗൺസിൽ ഓൺ എക്സസൈസിൽ പറയുന്നുണ്ട് സൂംബ ഡാൻസ് 1 മണിക്കൂർ ചെയ്താൽ 369 കാലറി ശരാശരി ബേൺ ചെയ്യുമെന്നാണ്. 1 മണിക്കൂറിലെ വളരെ സ്ലോ ആയി തുടങ്ങി വാമപ്പായി ഹൈ ഇമ്പാക്ട്, ഒരു ലോ ഇമ്പാക്ട്, മീഡിയം ഇമ്പാക്ട് ആണ് നോർമലി സൂംബ ഡാൻസ് എന്ന് പറയുന്നത്. ആ സൂംബ ഡാൻസ് കഴിഞ്ഞ് കൂൾ ഡൗൺ ചെയ്ത് വരുമ്പോൾ 1 മണിക്കൂർ കൊണ്ട് 369 കാലറി ബേൺ ചെയ്യും സൂംബ ഡാൻസ് എന്ന് പറയുന്ന ശാസ്ത്രീയ പഠനങ്ങൾ നമ്മുടെ ഇന്റർനെറ്റുകളിൽ അവൈലബിൾ ആണ്, നമ്മളുടെ വളരെ ഗവേഷണ പ്രബന്ധങ്ങളിൽ അവൈലബിൾ ആണ്. ഇതൊക്കെ വായിച്ച് മനസ്സിലാക്കിയിട്ട് വേണം അഭിപ്രായം പറയാനെന്നാണ് എനിക്ക് യുവ നേതാക്കളോടും ഒപ്പം തന്നെ ഈ മത സാംസ്കാരിക സംഘടനകളിലെ നേതാക്കളോടും പറയാനുള്ളത്. ചാടിക്കേറിയ അഭിപ്രായം പറഞ്ഞ് നിങ്ങൾ അപഹാസ്യരാവുന്നതിൽ വിഷമമുണ്ട് എന്നുള്ളതാണ് എനിക്കതിൽ പറയുന്ന ഒരു കാര്യം.